ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ കരടിയൊക്കെ അങ്ങ് ഇന്ന് അടിപൊളി കരടി പിടുത്തമായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു എന്തുവാണ് സെല്ലിങ്ങിന്റെ ഹയർ റേഞ്ചിലുള്ള സെല്ലിങ് ഇപ്പോഴും മാർക്കറ്റിലുണ്ടെന്ന് ഞാൻ വ്യക്തമായി ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. അത് മുകളിലോട്ട് പോകാൻ മാർക്കറ്റ് ശ്രമിക്കും തോറും നടക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ താഴേക്ക് ഈ ഗുരുത്വാകർഷണ ബലം ന്യൂട്ടന്റെ ആപ്പിൾ തലയിൽ വിടുന്നത് പോലെ മാർക്കറ്റിനെ താഴേക്ക് വീഴ്ത്തിക്കൊണ്ടാണ് ഈ ഇന്നത്തെ മാർക്കറ്റ് വന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ വന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ നല്ല ഉഗ്ര നെഗറ്റീവ് ഡേറ്റ ആയിരുന്നു ഇന്ന് വന്നത്. അത് പ്രകാരം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഡേറ്റയിൽ വന്ന പ്രകാരം നിഫ്റ്റിയുടെ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. നമുക്ക് ഇന്ന് വന്ന ഡേറ്റ 4 മണിക്ക് വന്നതിൽ 5.49 പ്രതീക്ഷ ഉള്ളത് 5.81 പ്രതീക്ഷ സ്ഥാനത്ത് 6.21 ആയിട്ട് മാറി. വളരെയധികം നെഗറ്റീവായ ഒരു ഡേറ്റയാണ്. ഇതിൽ പച്ച കളർ കാണിക്കുന്നത് നിങ്ങൾ നോക്കാൻ വേണ്ട വളരെ നെഗറ്റീവായ ഡേറ്റയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. നമ്മളെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പം എന്തുവാണ്, അതിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കൺസ്യൂമർ രണ്ട് ത്രാസിൽ നമ്മൾ വയ്ക്കുന്ന സമയത്ത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ത്രാസ് ഒന്ന് താന്നിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മുടെ RBIയുടെ റിസർവ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ RBI വെച്ച് കളിക്കുന്നത് തന്നെ ഇൻഫ്ലേഷന്റെ പുറത്ത് വെച്ചാണ് RBI പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സമയമായിട്ടില്ല, എല്ലാ കാര്യങ്ങളും RBI പറയുന്നത് ഇൻഫ്ലേഷന്റെ വെച്ചിട്ടാണ്. സോ ഇൻഫ്ലേഷന്റെ ഡേറ്റ നെഗറ്റീവായിട്ട് നമ്മളെ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അത് നേരത്തെ ഡേറ്റ ലീക്ക് വല്ല ആയോ എന്നാണ് കൂടെ. നല്ലൊരു സെല്ലിങ് 24,000ന്റെ ഭാഗത്ത് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൽ മാർക്കറ്റ് പൊട്ടി വന്ന സമയത്ത് കുറച്ച് സെല്ലിംഗ് ഒക്കെ മാർക്കറ്റിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെല്ലർ നല്ലൊരു സെല്ലിംഗ് ആണെങ്കിൽ അത് മിക്കവാറും ഒക്കെ ഒരു ഗ്യാപ് ഡൗണിലേക്ക് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ആണ് നാളെ കാണുന്നത്. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ ലെവൽ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം അതിനു മുമ്പേ നമ്മുടെ നിഫ്റ്റിയുടെ നിഫ്റ്റി കൃത്യമായി ഇന്ന് കിടിലൻ ട്രേഡ് ആണ് റൂമിൽ കിട്ടിയത്. കിടിലൻ നല്ല ഉഗ്രൻ ട്രേഡ് റൂമിൽ കിട്ടിയായിരുന്നു. നമ്മളെ ട്രേഡ് വലിയ ഒരു നല്ല ഉഗ്രം പുട്ട് ഓപ്ഷൻസിലൊക്കെ ട്രേഡൊക്കെ വന്നു. ആ ട്രേഡൊക്കെ സക്സസ് ആയിട്ട് പോവുകയും ചെയ്തു. നിങ്ങൾ നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി നമ്മുടെ POCയുടെ ഭാഗത്തേക്ക് റിട്രേസ്മെന്റ് ചെയ്ത് ഒറ്റയടിക്ക് തിരിച്ചു പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലോട്ട് പോയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ POC ബ്രേക്ക് ചെയ്ത് വാല്യൂ ഏരിയ ഹൈ ആയ നമ്മുടെ ബാലൻസിന്റെ വാല്യൂ ഏരിയ ഹൈയും ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് കിടന്ന് കളിച്ചതിന് ശേഷം ഒരു 12:45 ആയ സമയത്ത് തുടങ്ങി ഇറക്കമാണ്. 12:45 തുടങ്ങി ഇറക്കാൻ നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞ S3 വരെ വന്നു. നിങ്ങൾ നോക്ക്, 5 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ നിങ്ങൾ എടുക്കും, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കൃത്യമായിട്ട് ഓരോ ക്യാൻഡിൽ ഇറങ്ങി വന്ന് ഇവിടെ കുറെ നേരം പിടിച്ചു നിന്നിട്ട് അവസാനം 3 മണിയായപ്പോൾ അവിടെ നിന്ന് അടിച്ചു താഴേക്ക് വന്നു. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് കിട്ടിയ ദിവസമായിരുന്നു നിഫ്റ്റിയിൽ നിന്ന്. അതേപോലെയായിരുന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഡേറ്റയിൽ. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു 52,100 മോളിൽ പോകാൻ നോക്കി 52,300 ഭാഗത്ത് റിജക്ട് ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി 12:45 ആയപ്പോൾ S1 അങ്ങ് പൊട്ടി, 51,800 പൊട്ടി. S2 വന്നു, S2 പൊട്ടി നേരെ S3 വന്നു. അവിടെ നേരെ ഈ സപ്പോർട്ടിന്റെ ഭാഗമായ 51,300ന്റെ ഭാഗത്തെത്തി. 51,300നും 51,410 ഇടയ്ക്കാണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ല അടിപൊളി ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ഓപ്പണിംഗ് ഓളി ഇല്ലെങ്കിൽ കൂടി ആസ് പെർ ദി മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ വെച്ച് പറയുമ്പോൾ നല്ല അടിപൊളി അടാറ് ഡൗൺവേർഡ് മൂവ് ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യിക്കാം. സോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് കിടിലം പറഞ്ഞ ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു. നമ്മുടെ POCയുടെ ഭാഗത്തു നിന്നൊക്കെ ആശാൻ കൃത്യമായി പറയുകയാണെങ്കിൽ GPയിൽ തുടങ്ങിയ അടിയാണ്. POCക്ക് മെർജ് ചെയ്യാൻ സമയം കൊടുത്തിട്ടില്ല. അതായത് പറയുമ്പോൾ സാറേ എനിക്കൊന്ന് പൊങ്ങി വരാൻ സമയം കിട്ടില്ല, അടിയായിരുന്നു, താഴത്തെ നിലത്ത് തന്നെ കിടത്തി അടിയായിരുന്നു പറയും പോലെ അതേപോലത്തെ അടിയായിരുന്നു. 51,990 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയിലെ POC നിൽക്കുന്നത്. അതൊരു ഡേഞ്ചറായ ഒരു കാര്യമാണ്. നാളെ ഒരു ഷോർട്ട് കവറിങ് വരെയാണെങ്കിൽ, ഇനി വേറെ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസിൽ എന്തെങ്കിലും ഷോർട്ട് കവറിങ് വരെയാണെങ്കിൽ തിരിച്ച് ഇതിലേക്കുള്ള മൂവ്മെന്റും വളരെ ഭയാനകമായ മൂവ്മെന്റ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോളുക. സോ 51,990 എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മുടെ POC നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കുറേ സിംഗിൾ പ്രിന്റ് ഉണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 51,300 അവൻ സപ്പോർട്ട്. അതിന്റെ ഭാഗത്തു നിന്നാണ് അവൻ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. സോ ബെയറിഷ് റെഫറൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം 51,300ന്റെ ഭാഗത്തേക്ക്. സോ നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POC എത്രയാണ്? 51,990 നമ്മുടെ POC. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് ആ POC അവിടെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കണം. അപ്പൊ എത്രയാണ്? 51,990 POC വന്നിരിക്കണം. ഇന്നത്തെ ട്രെൻഡ് ഡേ ആണ് മാർക്കറ്റ്. POC ട്രെൻഡ് ഡേ. ഓക്കെ, ഞാൻ വ്യക്തമായിട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ അറ്റ് 1 ക്ലോസ് അത് ഇടയ്ക്ക് ചെറിയ മൂവ്മെന്റ്
ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ അവൻ വന്നു, ഞാനിതൊരു ട്രെൻഡ് ഡേ എന്ന് ഞാൻ പറയുള്ളൂ, കാരണം POCക്ക് മെർജ് ചെയ്യാൻ സമയം കൊടുക്കാത്തത് കൊണ്ട് ട്രെൻഡ് ഡേ എന്ന് പറയുള്ളൂ. സോ 51,990 ആണ് നമ്മുടെ ഏറ്റവും വലിയ POC. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 51,330. സോ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 51,300 ആണ് നമ്മുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിങ്ങിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ആദ്യം ബെയറിഷ് റെഫറൻസ് വരച്ചു. ഓക്കെ, 51,300 താഴെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് നേരെ എവിടെ വരും, 51,105. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്, 51,105. 51,105 ആണ് നമ്മുടെ ഫസ്റ്റ് S1 എന്ന് പറഞ്ഞ്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 59,21. എത്രയാണ്, 59,21. S2 എന്ന് പറയുമ്പോൾ 50,921. 59,21 ഓർത്തോളുക. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ വരാൻ ചാൻസ് ഉണ്ട്, അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത മാർക്കറ്റ് നേരെ 50,900 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഓർത്ത് പറ്റുക, നേരെ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 50,000, നേരെ സ്ട്രെയിറ്റ് വരുന്നത് 50,821. സോ 50,821 അതാണ് നമുക്ക് അടുത്ത താഴേക്കുള്ള അടുത്ത സപ്പോർട്ട്, 50,821. ഓക്കെ, സോ 50,821 ആണ് നമ്മുടെ S3 എന്ന് പറഞ്ഞ സ്ഥലം. നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ അവസാനത്തെ ആണിക്കല്ലായ വീക്കിലി എക്സ്പയറി നാളെ എക്സ്പയർ ആവുകയാണ്. സോ നാളത്തിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഇനി വീക്കിലി ഇല്ല. സോ എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ വീക്കിലി അങ്ങ് നാളെ തീരുകയാണ് മക്കളെ. സോ നാളെ ബാങ്ക് നിഫ്റ്റിയിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഈ 50,821 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഓർത്തോളുക. അതിന് താഴെ മാർക്കറ്റ് നേരെ 50,600 520 ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. സോ ഞാൻ ആ ഒരു സപ്പോർട്ടും കൂടെ ബാങ്ക് നിഫ്റ്റിയിൽ വയ്ക്കുകയാണ്, 50,521. അതുകൊണ്ട് ഞാൻ വയ്ക്കാം, വേറെ ഒന്നും ഇല്ല. S4 ഇൻ കേസ് എന്തെങ്കിലും സെല്ലിംഗ് വരെയാണെങ്കിൽ അത് നമുക്ക് അറിയണമല്ലോ. സോ 50,521 നമുക്ക് താഴേക്കുള്ള അടുത്തൊരു സപ്പോർട്ട്, S4 എന്ന സപ്പോർട്ട്. ഇനി നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുമ്പോൾ ഇനി നോക്കേണ്ടത് എന്താണ്, ഓർത്തോളൂ. ഈ മുകളിലോട്ട് നിൽക്കുമ്പോൾ ആദ്യം കുറേ സിംഗിൾ പ്രിന്റുകൾ ഫിനിഷ് ചെയ്യാനുണ്ട് ബാങ്ക് നിഫ്റ്റിക്ക്. സോ ആദ്യം നമുക്ക് എവിടെ നോക്കാം, VWAP എവിടെ നിൽക്കണം നോക്കാം. സോ 51,728 മുകളിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുള്ളൂ. സോ ഫസ്റ്റ് ബുള്ളിഷ് റെഫറൻസ് ആൻഡ് VWAP ആണ് 51,728 ആണ് നമ്മുടെ VWAPും ബുള്ളിഷ് റെഫറൻസ്, VWAP ആൻഡ് ബുള്ളിഷ് റെഫറൻസ്. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓർത്തോളൂ, അത് നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. സോ 51,728 ആണ്. ഓക്കെ, ഇനി അതിന് ഇടയ്ക്ക് മുമ്പേ ഈ ഒരു ചെറിയൊരു ഇനി ഫസ്റ്റ് വരുന്ന വെച്ചാൽ അതിന് മുകളിൽ ചെറിയൊരു റെഫറൻസ് ഉണ്ട്. സോ അതിന് താഴെ നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത റെഫറൻസ് പറഞ്ഞാൽ 51,543 ചെറിയൊരു റെഫറൻസ് ആണ്. 51,543 ഒരു 6-1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 51,543. ഓർത്തോളൂ, അതിനിടയ്ക്ക് ബുള്ളിഷ് റെഫറൻസ് സയൻസിന് മുകളിലേ ഉള്ളൂ, ഓർത്തോളുക. സോ അത് എപ്പോഴും മനസ്സിൽ ഒരു കരുതി വയ്ക്കുക. സോ അതിന് ഓർത്തോളൂ. അപ്പോൾ 51,300 മുകളിൽ നിൽക്കണമെങ്കിൽ 51,543, അതിന് മുകളിൽ 51,728, അതിന് മുകളിൽ POC. ഓക്കെ, R2 ഇതൊരു R2 ആണ്, ബുള്ളിഷ് റെഫറൻസ് ആണ്. അത് ഞാൻ വീണ്ടും അതിന് R2 ആയിട്ടും കൂടെ ഞാൻ വെച്ചേക്കാം, കാരണം വേറെ ഇത് POC ആണ്, അത് കൂടാതെ R3 ആണ്. ഓക്കെ, എന്താണ് POC ആണ്, അത് കൂടാതെ അതെന്താണ് R3 കൂടെ ആയതുകൊണ്ട് ഞാൻ അതും കൂടെ വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലായത് കൃത്യമായി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 51,543 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,728, 51,990. ഇല്ല, 51,300 താഴെ നിൽക്കുകയാണെങ്കിൽ 51,105, 50,920, 50,821 ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ, 50,920. ഓർത്തോളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിക്ക് നിലം തൊടാതെ അടിയായിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായത്. കൃത്യമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി നിലം തൊടാതെ അടിച്ചു കളഞ്ഞു നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു കൃത്യമായി പറയണമെങ്കിൽ നമ്മുടെ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു നിഫ്റ്റി. പക്ഷെ അങ്ങനെയല്ല, നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ ട്രെൻഡ് ആണ്. ബാങ്ക് നിഫ്റ്റിയെ പോലെ POCക്ക് നിലം തൊടാൻ അവസരം കൊടുത്തിട്ടില്ല. വ്യക്തമായി പറയുകയാണെങ്കിൽ എന്താണ്, 24,203 ആണ് നിഫ്റ്റിയുടെ POC. ഏതാണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്, 24,203 ആണ്. സോ അത് വ്യക്തമായി നമുക്ക് മാർക്ക് ചെയ്തിരിക്കണം. നിഫ്റ്റിക്ക് എന്താണ് 24,203 ആണ് നമ്മുടെ നിഫ്റ്റിയുടെ POC. സോ നിഫ്റ്റിയിൽ നിന്ന് നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് വരെ കിട്ടിയ ദിവസമായിരുന്നുകൊണ്ട് ഞാൻ എന്തായാലും ആ POC മാർക്ക് ചെയ്ത് വയ്ക്കാം. 24,203 ആണ് നിഫ്റ്റിയുടെ POC. 24,203 ആണ് നിഫ്റ്റിയുടെ POC. അത് ഞാൻ വ്യക്തമായിട്ട് മാർക്ക്, ട്രെൻഡ് ഡേ
POC ആണ് ആൻഡ് R3 POC ആണ് ഓർത്തോളുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്ക് R3 ഒക്കെ ആണോ നമുക്ക് പിന്നെ നോക്കിയിട്ട് മാറ്റി ചെയ്യാം. പിന്നെ VWAP വന്ന് നിൽക്കുന്നത് നിഫ്റ്റിയുടേത് 24,123. VWAP എവിടെയാണ്? 24 VWAP എവിടെയാണ് വന്നിരിക്കുന്നത്? 24,123. 24,123യുടെ ഭാഗത്താണ് VWAP നിൽക്കുന്നത്. VWAPന്റെ കളറും ഞാൻ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നമുക്ക് നോക്കേണ്ടത് താഴത്തെ സപ്പോർട്ട്. നമ്മൾ സപ്പോർട്ട് പൊട്ടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടെ 23,880 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ മാത്രമേ നിങ്ങൾ ഇനി സെല്ല് ചെയ്യാൻ പാടുള്ളൂ. 23,880 ആണ് നമ്മളെ ബെയറിഷ് റെഫറൻസ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതേപോലെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയായിരുന്നു. സോ 23,880 താഴെ മാത്രമേ നമുക്കിനി സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നേരെ സ്ട്രെയിറ്റ് എവിടെ വരാം? 23,816 ഫസ്റ്റ് ടാർഗറ്റ് ആണ്. 23,800 S1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്? 23,816. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത എന്താണ്? 23,760. സെക്കൻഡ് S3 S2 എന്ന് പറയുമ്പോൾ 23,760 ആണ് S2 എന്ന് പറയുന്നത്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുമ്പോൾ എവിടെ വരാം? നേരെ മാർക്കറ്റിന് അതിന് താഴെ മാർക്കറ്റ് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 760 താഴെ നേരെ നിൽക്കുമ്പോൾ അടുത്ത വരുന്നത് ഇതാണ്. നേരെ ഇതാണ് അടുത്ത നേരെ വരുന്നത് 23,594 ആണ്. 23,594 ആണ് ഈ അടുത്ത S3 എന്ന് പറയുമ്പോൾ ഓർത്തോളൂ. 23,594 ഇതാണ് നമുക്ക് താഴേക്കുള്ള ഒരു സപ്പോർട്ട്. ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്തോളൂ. സോ 23,880 പൊട്ടുകയാണെങ്കിൽ 23,816, 23,760, 23,594. സോ അതിനിടയ്ക്ക് വേറെ സപ്പോർട്ടൊന്നും ഇല്ല, ഓർത്തോളുക. ഡെയിലി ക്യാൻഡിൽ വേറെ സപ്പോർട്ടൊന്നും ഇല്ല. ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 24,054 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത മാർക്കറ്റ് മൂവ്മെന്റ് വരാം. സോ 24,054 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് വരാം. സോ അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് R1. ഓർത്തോളൂ, R1ഉം ബുള്ളിഷ് റെഫറൻസ് ഞാൻ പറയില്ല. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ POCയുടെ മുകളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ R1 എന്ന് പറഞ്ഞാൽ 23,054 ആണ്. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 24,154 ആണ് R1. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,123, 24,203, 24,203 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ ആയ 24,300 ഭാഗത്തേക്കും വരാം. എത്രയാണ്? 24,300 ഭാഗത്തേക്കും വരാം. ഓർത്തോളുക. ആ ഭാഗം കൂടെ നമുക്ക് മാക്സിമം ഒരു ചാൻസ് റിവേഴ്സിൽ വരെയാണെങ്കിൽ വരാം. എപ്പോഴും മനസ്സിലാത്തതോ 24 R3 എന്ന് പറയുമ്പോൾ R3 എന്നല്ല, ഒരു R3 എന്ന് പറയുമ്പോൾ 24,300 ആണ്. ഓക്കെ, സോ മാക്സിമം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. സോ ഓർത്തോളുക, 24,054, 23,880 അകത്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ഒരു റേഞ്ച് പ്ലേ ഒക്കെ വരുള്ളൂ. നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അടാറ് ട്രേഡ് കിട്ടും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കിട്ടാത്ത ട്രേഡിൻ്റെ ഇന്ന് എനിക്ക് നല്ല ഹയസ്റ്റ് പ്രോഫിറ്റ് ഉള്ള ദിവസങ്ങളൊന്നാണ്. നല്ല അടിപൊളി പ്രോഫിറ്റ് കിട്ടിയ ദിവസമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായ നഷ്ടങ്ങളും എല്ലാം മാറ്റിക്കൊണ്ടും ആ ഒരു വിഷമങ്ങളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ട്രേഡ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. സോ വ്യക്തമായിട്ട് നിങ്ങൾ ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ ആയതുകൊണ്ട് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, ഈ ലെവലുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം. ആ ലെവലുകൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ്